നാടനരിയിലേക്ക് സ്വാഗതം. സ്വാഗതം. മഴയൊക്കെ അല്ലേടോ? മഴയൊക്കെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? ഞാൻ മഴ വന്നപ്പോ ആദ്യം തന്നെയാടോ അന്വേഷിച്ചത്. എന്തിനാണാവോ? തന്നോടുള്ള സ്നേഹം കൊണ്ട്. അയ്യോ, അല്ലാതെ നമ്മൾ തമ്മിൽ ആശയപരമായി നമ്മൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകുമെങ്കിലും സ്നേഹത്തിന്റെ കാര്യം വരുമ്പോൾ ഞാൻ എന്റെ പ്രത്യയശാസ്ത്രങ്ങൾ മറന്നു വെച്ചിട്ടാണ് തന്നെ ചേർത്ത് നിർത്താൻ. താൻ എന്താ ഇപ്പൊ ഓർക്കാറുള്ളത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. താൻ എന്തിനാ എന്നെ അന്വേഷണമൊക്കെ എനിക്ക് മനസ്സിലായി. വല്ല മഴവെള്ളത്തിൽ ഒലിച്ചു പോയോ എങ്കിൽ സന്തോഷിക്കാൻ വേണ്ടിട്ടല്ലേടോ? അങ്ങനെയല്ലടോ, അങ്ങനെയല്ല. എന്തോ ജീവന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് ആ നഗരപ്രദേശത്തൊന്നും ഇറങ്ങാൻ വയ്യടോ. വെള്ളോ കുഴിയും കുഴിച്ചിട്ടേക്ക്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കണോ ഈ കറക്റ്റ് ഈ കാലവർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പണി പൂർത്തിയാക്കാതെ വാട്ടർ അതോറിറ്റിക്കാരോ? സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സ്മാർട്ടായി പോയി കേട്ടോ. നോക്കണം സുഹൃത്തുക്കളെ, എന്തൊക്കെയായിരുന്നു അറിയാമോ? അതായത് തലസ്ഥാനത്ത്, അതായത് പ്രളയം വന്നപ്പോൾ നമ്മൾ തലസ്ഥാന നിവാസികൾ പ്രളയം വന്നില്ല അല്ലെങ്കിൽ തലസ്ഥാനത്ത് പ്രളയം വന്നില്ല എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. നമ്മൾ അഹങ്കരിച്ചിട്ടൊന്നുമില്ല കേട്ടല്ലോ. മറ്റുള്ള എല്ലാ ജില്ലക്കാരും നമ്മൾ സഹായം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണല്ലോ ഈ തമ്പാനൂര്. അതുപോലെ തന്നെ ഈ അട്ടക്കുളങ്ങര, വഴുതക്കാട്, ജഗതി, ഈ ഭാഗങ്ങളൊക്കെ തന്നെ അവിടെയെല്ലാം കുഴിച്ച് കുറച്ചുകൂടെ കുഴിച്ചു കഴിഞ്ഞാൽ പാതാളത്തിലെ മാവേലി വരെ കേറിപ്പോരും. അടുത്ത ഓണത്തിൽ മാവേലി ഡയറക്റ്റ് കയറി വരാനാണോ ഈ കുഴി കുഴിച്ചിട്ടേക്കുന്നത്? പണികൾ നടത്തണ്ടേ ഇത്? അല്ല, ഈ മേയർ എവിടെ? മേയർ എവിടെ പോയി? കോർപ്പറേഷനിലുണ്ടല്ലോ. ആ കോർപ്പറേഷൻ മഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. അയ്യോ, എവിടെ ഓടി നടക്കുന്നു? അങ്ങോട്ട് തമ്പാനോട് ഇറങ്ങിച്ചില്ല. അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മേയർ എവിടെന്നൊക്കെ. ഒരു വകതിരിവില്ലാത്തതായി പോയല്ലോ ഭഗവാനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം നിൽക്കൂലേ? ഇത് എങ്ങനെ മഴ വരാതിരിക്കും? ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ പോയി അവിടെ ദുരന്തമൊക്കെ ഉണ്ടാക്കി ഒരാൾ കേരളത്തിൽ കാല് കുത്തിയല്ലോ. അന്ന് മുതല് എടാ, നിങ്ങൾക്ക് നാളെയില്ലടോ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കാന്? എങ്ങനെയാണോ അന്ധവിശ്വാസം? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ മാണ്ഡ്രയ്ക്ക് വിളിച്ചു കളിയാക്കുന്നത് ഇന്തോനേഷ്യയിൽ ചെന്ന് കാലുകുത്തി അവിടെ പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. സിംഗപ്പൂരിൽ ചെന്ന് കാലുകുത്തി അവിടെ മിണ്ടാതിരുന്ന കോവിഡ് അവിടെ പടരാൻ തുടങ്ങി. എന്തൊക്കെ സംഭവിക്കുന്നു? കേരളത്തിൽ വന്ന് കാലുകുത്തി ചൂടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളിപ്പോഴിതാ മഴയത് തണുത്ത് വിറച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്ക് ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇത് നിങ്ങൾക്ക് ചൂടാകുമ്പോ മഴ വേണം, മഴയാകുമ്പോ ചൂട് വേണം. അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ചൂടാകുമ്പോ ഇയാളെ പതിയെ അങ്ങ് തട്ടിവിടും, മഴയാവുമ്പോ പതിയെ ഇങ്ങ് വിളിച്ചു വരുത്തും. കൊള്ളാലോ കളി. നിങ്ങൾ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. നിങ്ങൾക്ക് മഴ വരുമ്പോ കേറി അങ്ങ് കൊട്ടാരത്തിലങ്ങ് കയറി അങ്ങ് ഒളിച്ചിരുന്നോണ്ടാ മതി. സാധാരണക്കാരെ കാര്യം അങ്ങനെയല്ല. ഓടി ഇറങ്ങി പണിയെടുക്കേണ്ട ആൾക്കാരാണ്. മഴയെ നമുക്കിപ്പോ തടഞ്ഞു നിർത്താൻ പറ്റൂ? അത് പറ്റില്ല. പക്ഷെ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാലോ. സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. സജ്ജീകരണങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. റോഡ് നിവാരണ അതോറിറ്റി സുസജ്ജമായി നിൽക്കുകയാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനും മെമ്പറും ഒക്കെ ആരായിരുന്നു? ചിരിക്കുമായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എല്ലാ കാലത്തും ഉള്ളതാണ് തമ്പാനൂരിലൊക്കെ വെള്ളം കയറുന്ന പ്രതിഭാസം. ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചിട്ട് നമുക്കിപ്പോ ഇതെല്ലാം കൂടെ ഇത് വെള്ളം കുടിച്ചു പറ്റിക്കാൻ പറ്റുമോ? ഇത് കുടിച്ചു പറ്റിക്കണ്ട. ആ മറ്റേ പാർവതി പുത്തനാറൊന്ന് വൃത്തിയാക്കി തരുന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. അതിനും വയ്യ. എടോ ഞാൻ പറയട്ടെ, വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പറയാനുണ്ട്. എനിക്ക് 10 വർത്തമാനം പറയാനുണ്ട്. തോടുകൾ വൃത്തിയാക്കും, ഇവന്മാര് വൃത്തികേടാക്കും. അതിനകത്തിൽ താൻ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. വൃത്തികേടാക്കും. ആ വൃത്തികേടാക്കും എന്നുള്ളതിൽ ഒരു 10 പേരെടുത്താൽ അത് 8 പേര് നിങ്ങളുടെ ടീംസ് തന്നെയായിരിക്കും. അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അവിടുത്തെ മെമ്പർ കാർഡ് അടിച്ചു മാറ്റാൻ ചെന്ന ടീംസിനെ നമുക്കറിയാം. KCBയുടെ വയറ് പൊട്ടി ഒരു 18 വയസ്സുകാരൻ മരിച്ചു തെറിഞ്ഞായിരുന്നു. അതാകുമ്പോ പൊട്ടി വീഴും. സൂക്ഷിക്കണ്ടേ ഇത്? സൂക്ഷിക്കണമല്ലോ. മുഖ്യമന്ത്രി വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പോസ്റ്റ് ഇട്ടു, എന്താണ് എല്ലാവരും സൂക്ഷിക്കണം, വെള്ളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. സ്വന്തം വീട്ടിലെ സ്കൂട്ടർ ആ പയ്യന് ഒതുക്കിക്കൊണ്ട് വെച്ചതാ. അപ്പോഴാ മരിച്ചത്. എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ. എന്താ ശ്രദ്ധിക്കേണ്ടത്? വണ്ടി നനയുന്നതാണോ ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ അകത്തെടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കണോ? എന്താണ് സംസ്ഥാന ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കുഴികളാണ്, അതുകൊണ്ട് ഇറങ്ങാതിരിക്കാൻ, വീടിന്റെ പുറത്ത് ഇറങ്ങുന്നില്ല, അകത്തിരിക്കാൻ കൊണ്ടുതരൂ തിന്നാൻ. തലസ്ഥാനത്തിന്റെ മാത്രം കാര്യം പറഞ്ഞിങ്ങനെ തലസ്ഥാനം മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ ഈ പറയുന്നുണ്ട്. തലസ്ഥാനത്തേക്കായി വലിയ പ്രതിസന്ധിയാണ് കോട്ടയത്തും പത്തനംതിട്ടയിലുള്ളത്. ഇന്നലെ പത്തനംതിട്ടയിൽ സെമിത്തേരിയുടെ മതിലിടിഞ്ഞ് വീണ് ഈ എന്തോന്ന് പുറത്തു വന്നു.
ശവപ്പെട്ടി വരെ പുറത്തു വരാൻ തുടങ്ങി. ഇതിപ്പോ മുഖ്യമന്ത്രി കാരണമാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇത് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ നാക്കുകൊണ്ടല്ല ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്. മുമ്പ് ഇരുന്ന സർക്കാർ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇനി 2024 ഇതിന് മുമ്പിരുന്ന സർക്കാർ ഒരു 9 വർഷം മുന്നേ ഉള്ള ആ സർക്കാരിനെ 2024 പ്രളയം മിന്നൽ പ്രളയത്തിന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് വല്ല കാര്യമുണ്ടോ? ചുമ്മാ എന്നങ്ങ് പറയാ വെടുവ പറയാതെ എവിടെ നിന്ന് കിട്ടും ഇതൊക്കെ? ഞാൻ പറയട്ടെ, ഇന്നേ വരെ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഇവിടുത്തെ UDF സർക്കാരിന് കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഈ പിണറായി സർക്കാർ മാത്രമാണ്. എങ്ങനെയാണോ മികച്ച രീതിയിൽ പ്രളയം വന്നപ്പോൾ സാധാരണക്കാരായ മനുഷ്യന്മാരെ ഇറങ്ങി ഓടകൾ വൃത്തിയാക്കി, തോടുകളും പുഴകളും വൃത്തിയാക്കി. ആ വൃത്തിയാക്കൽ അതിനുവേണ്ടി ഓരോ പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പാക്കേജ് ഒക്കെ എവിടെ പോയി പറയാം. എന്നിട്ട് നിങ്ങൾ നോക്കണം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് തോട്ടിൽ വരെ ക്യാമറ കൊണ്ടുവെക്കേണ്ട ഗതി വന്നിട്ടുണ്ടോ? അതെ, അത് കുളിസീൻ കാണാനാണോ എന്നൊരു സംശയം. അത് ഇവിടുത്തെ ആൾക്കാരെ പേടിച്ച് തോട്ടിൽ വരെ ക്യാമറ കൊണ്ടുവെക്കേണ്ടി വന്നു. എന്തിന് വിമാനം മാലിന്യം കൊണ്ടിടുന്നത് പൊക്കാൻ? അതെ അതെ, അതുവഴി തോട്ടിലെ ക്യാമറ വഴി പറ്റിച്ചത് 30 ലക്ഷം രൂപ. പിന്നെ 30 ലക്ഷം രൂപ, പിന്നെ 30 ലക്ഷം രൂപ കൊണ്ട് മേയർ നാട് വിട്ടു. നാട് വിട്ടോ? അതല്ല, ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്നേ. റോഡിൽ ഇറങ്ങാൻ വയ്യ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ മേയർ അവിടെ പോയി ചോദിക്കുന്നുണ്ട്. അല്ല, നടു റോഡിൽ ഇറങ്ങി ബസ് തടയാൻ നന്നായിട്ട് അറിയാലോ, എന്താ ഈ വെള്ളപ്പൊക്കം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, എന്താ ഒരു അക്ഷരം മിണ്ടാനില്ലേ? അയ്യോ, രഹസ്യം നനയാതിരിക്കാൻ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ചില്ലായിരുന്നു മഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് സജ്ജീകരണം നടക്കുന്നത്? മഴക്കുഴി അല്ലാതെ ഇപ്പൊ കിളികൾക്ക് സുരക്ഷിതമായ പാർപ്പിടം. അതാണ് മേയർ കണ്ട സ്വപ്നം എന്ന് പറയുന്നത്. പാക്കേജ് ഉണ്ട്. എത്ര? 40 ലക്ഷം നമ്മൾ ഇരുത്തും. അപ്പൊ ഒരു 50 ലക്ഷം ഇരുത്തിക്കോ, നന്നായി ഇരുത്തിക്കോ. നോക്കി വെക്കുന്നുണ്ട്. ഇരുത്താനും കിടത്താനും ഒക്കെ ഉള്ള പാക്കേജ് അവരുടെ കയ്യിലും ഉണ്ട്. സ്മാർട്ട് സിറ്റി അങ്ങനെ കുറ്റം പറയാനൊന്നും വേണ്ട. സ്മാർട്ട് ആവാം, ഓവർ സ്മാർട്ട് ആവണ്ട. അതങ്ങ് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് വന്നല്ലോ മക്കള്. സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് വന്നല്ലോ. 2, 4, 3, 7 കുഴി എടുത്തിട്ട് അത് മൂടാതെ അതിനകത്ത് ഇനി ഏതെങ്കിലും സാധാരണക്കാരൻ വീട് മരിക്കുമ്പോഴേ നിങ്ങൾ അതിലൊരു ഇത് കാണും. പിന്നെ എവിടെ പോയി റിയാസ്? മുഹമ്മദ് റിയാസ് എവിടെ പോയി? മന്ത്രി. ഏഷ്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ നിക്ഷേപങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തിരുവനന്തപുരമാണ്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്താ നിങ്ങൾക്ക് അറിയാമോ സുഹൃത്തുക്കളെ? നല്ല വിശാലമായ തീരപ്രദേശം. ശംഖുമുഖത്തോട്ടൊന്ന് ഇറങ്ങി നോക്കണം. എടോ, നമുക്കൊരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിനെ ഏതൊക്കെ രീതിയിൽ ഇകഴ്ത്തി കാട്ടാമോ അതിനൊക്കെ ശ്രമിക്കുന്നതല്ലോ നിങ്ങൾ. നല്ല കാര്യത്തിന് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എടോ, സാധാരണക്കാരന് കൂടി ഫലമുള്ള കാര്യമാണെങ്കിൽ കൈയടിച്ചല്ല അവർ വോട്ട് പ്രോത്സാഹിപ്പിക്കുള്ളൂ. നമുക്ക് വേണ്ടത് സ്മാർട്ട് സിറ്റി വേണം. പക്ഷെ എത്ര കാലം കൊണ്ട് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് 40 പറഞ്ഞാൽ ആവോ? ഇല്ലല്ലോ. ഉണ്ടാവണമെങ്കിൽ അങ്ങോട്ട് ഉണ്ടാക്കണം സമയബന്ധിതമായിട്ടിരുന്ന്. ഇവിടത്തെ ആൾക്കാർ തന്നെയാണല്ലോ ഉള്ളത് ഇതൊക്കെ കാണുന്നതും അനുഭവിക്കുന്നതൊക്കെ. നിങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഈ റോഡിൽ കുഴിയെടുത്ത ഇത്രയും കഷ്ടപ്പെട്ട് സാധാരണക്കാരമായ മനുഷ്യൻ പോകുമ്പോ ഹോണിന്റെ തള്ളക്കി വിളിക്കുന്ന ടൈപ്പില് ഹോൺ അടിച്ചോണ്ട് പോവാണ് ഒരാള്. നോക്കണ്ട, മേറമ്മ തന്നെ നഗരത്തിന്റെ മാതാവ് തന്നെയാണ്. ഒരു ബാധകവും ഇല്ല അവിടെ. റോഡ് ബ്ലോക്ക് അറിയണ്ട, മഴ അറിയണ്ട, റോഡിലെ കുഴി അറിയണ്ട, ഒന്നും അറിയണ്ട. നഗരത്തിന് വേണ്ടി ഓടി നടക്കുകയല്ലേ നഗരം. അതെ, കാറി പറന്ന് നടക്കുന്നതാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരിയാവും. എന്റെ അഭിപ്രായത്തിൽ മേയർക്ക് കാറ് മാറ്റി ഹെലികോപ്റ്റർ ആക്കണം എത്രയും പെട്ടെന്ന് അവിടെ എത്താനായിട്ട്. സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്താനായിട്ട് ഹെലികോപ്റ്റർ ആക്കണം. അതെ 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 അതെ. എനിക്കൊന്നും മേയറിന്റെ വീട്ടിൽ അങ്ങോട്ടേക്ക് ഹെലിപാഡ് വെക്കാനുള്ള സംവിധാനം ഇല്ലെന്നോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനും കൂടെ വേണ്ടി പറ്റിയൊരു വസതി കൂടി നൽകണം തോന്നുന്നു. നല്ലൊരു തീരുമാനം, നല്ലൊരു ആശയോ. ശരി. മേയർക്ക് ഹെലികോപ്റ്ററിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കും. പക്ഷെ നമ്മൾ വേണം കണ്ടറിഞ്ഞ് പെരുമാറാൻ. മഴയാണ്, ജീവൻ വേണമെങ്കിൽ പെരുമാറണമെന്നൊക്കെ പറയുമ്പോ കണ്ടറിഞ്ഞ് എന്നെ പെരുമാറേണ്ടി വരും. മഴയാണ്, ജീവൻ വേണമെങ്കിൽ സ്വന്തം ജീവിതം സ്വന്തം അവരുടെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് കേട്ട് വീട്ടിൽ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടല്ലോ. അല്ലാതെ ഭീഷണിയൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. നമ്മൾ സാധാരണക്കാർക്ക് അറിയാം, മനുഷ്യന്മാർക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് കേട്ടോ. അവിടെ ഭീഷണിയൊക്കെ കൈ വെച്ചാൽ മതി. അന്ന് ഭീഷണി സ്വരം നിങ്ങ വേണ്ട. ശരി, മുന്നറിയിപ്പ് ഒന്നുമില്ല. ശരി സുഹൃത്തുക്കളെ, നാളെ കാണാം.